കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ മൂഞ്ചി വന്ന കഥ അതിൻ്റെ ബാക്കിയാട്ടോ ഇത്. മുത്തങ്ങ ഫോറസ്റ്റിൽ നിന്ന് നേരെ എല്ലാവരും സ്റ്റാറ്റസിലും സ്റ്റോറിയിലും കാണുന്ന ഗുണ്ടൽപേട്ടിലേക്കാട്ടോ നമ്മൾ നേരെ പോയത്. ഷെൻസൊക്കെ നല്ല ആവശ്യത്തിലാണ്, കുറച്ച് കഴിഞ്ഞ കാണാം ഓളെ കളി. വന്ന് എന്തായാലും ഗുണ്ടൽപേട്ടിലെത്തി. പിന്നെ നിങ്ങൾ ഈ തിരക്കൊക്കെ കണ്ടിട്ട് വിചാരിക്കും ഇപ്പോൾ ഗുണ്ടൽപേട്ടിൽ ഈ തിരക്കൊക്കെ ഉണ്ടോയെന്ന്. പോയി വന്നിട്ട് 2 മാസമായി. ഇപ്പോഴാട്ടോ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തിടുന്നത്. സത്യം പറഞ്ഞാൽ സ്റ്റാറ്റസിലും വീഡിയോയിലും ഉള്ള പോലെ ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷേ അതിൽ കണ്ടതിനേക്കാൾ അടിപൊളിയാട്ടോ നേരിട്ട് കാണാൻ. ഗുണ്ടൽപേട്ടിൽ നിന്ന് പിന്നെ നേരെ വെച്ച് പിടിച്ച് മൈസൂരിലേക്ക്. സത്യം പറഞ്ഞാൽ വയനാട് മാത്രം ചുറ്റിക്കറങ്ങി പോകാമെന്ന് വിചാരിച്ച് വന്ന നമ്മൾ ഒന്ന് മൈസൂർ വരെ പോകാമെന്ന് അവിടെ എത്തിയപ്പോഴാട്ടോ തീരുമാനം ഉണ്ടാക്കിയത്. ഏതായാലും പോവല്ലേ, പിന്നെ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. പോകുന്ന വയ്ക്കാം കേരള ഹോട്ടൽ കണ്ടേ, അപ്പോൾ പിന്നെ അവിടെ തന്നെ കയറാമെന്ന് വിചാരിച്ചു. ഇതുവരെ വണ്ടി വന്ന് കെട്ടിട്ടൊരവസ്ഥയാണ് ഷെൻസൻ്റെത്. വണ്ടി വന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഓക്ക് ഭയങ്കര സന്തോഷം. എന്തൊക്കെയാ കാട്ടിക്കൂട്ടേണ്ടിയെന്ന് ഓക്ക് തന്നെ അറിയൂല. മറ്റാളുടെ ഫോൺ ചാർജിലിടാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ, ഇനി നമുക്ക് ഫുഡിൻ്റെ കാര്യം നോക്കാം. അവിടുന്ന് നല്ല കേരള സ്റ്റൈൽ ബിരിയാണി എന്നാട്ടോ കഴിച്ചത്. ഫോൺ പിന്നെ ചാർജ് ചെയ്യാൻ വെച്ചതുകൊണ്ട് ബാക്കി വീഡിയോസൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല. പിന്നെ അവിടുത്തെ ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആവറേജ് ആണ് കേട്ടോ. സാധാരണ കേരളം വിട്ട് കഴിഞ്ഞാൽ പിന്നെ നല്ല ഫുഡ് കിട്ടാറില്ല, പക്ഷേ ഇവിടുന്ന് കഴിച്ചത് ഓക്കെയാണ് കേട്ടോ. ഇത്രയും നേരം ഓടിയതല്ലേ വിചാരിച്ചിട്ട് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് വാപ്പയും മോളും കൂടെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട്. അങ്ങനെ റെസ്റ്റ് എടുക്കലൊക്കെ കഴിഞ്ഞ് മൈസൂരിൽ നിന്നുള്ള ഒറ്റ ചിന്തയിൽ വണ്ടി മുന്നോട്ട് എടുത്തിട്ടോ. കുറേ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഷെൻസിൻ്റെ എനർജി എവിടെയോ ലോസ് ആവുന്ന പോലെ തോന്നി. ആൾ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. മുന്നോട്ട് പോകണോ ബാക്കോട്ട് പോകണോ എന്ന് ചോദിച്ച് ലാസ്റ്റ് പിന്നെയും മുന്നോട്ട് പോയപ്പം ആൾ പറ്റ തളർന്ന പോലെ ആയപ്പം വേഗം തിരിച്ചിട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആളെ ആയിരുന്നില്ല ഷെൻസ, നല്ല രീതിയിൽ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. ചെക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ മുത്തങ്ങ ഫോറസ്റ്റിലേക്ക് എത്തേണ്ടതുകൊണ്ട് വേഗം നമ്മൾ തിരിച്ചിട്ടോ. തിരിച്ചു വരുമ്പോൾ നല്ല മഴയുന്നു. മുത്തങ്ങ ഫോറസ്റ്റിലേക്ക് കയറിയത് മുതൽ വയനാട് ചുരം ഇറങ്ങുന്നത് വരെ നല്ല മഴ ആയതുകൊണ്ട് ഫോൺ കൈകൊണ്ട് തൊടാൻ കഴിഞ്ഞിട്ടില്ല. താമരശ്ശേരിയൊക്കെ എത്തിയപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിയിൽ വിശപ്പ് വന്നിട്ടുണ്ട്. ഇനി അതുകൊണ്ട് തന്നെ വേഗം ഷവായ് സ്പോട്ടിലേക്ക് വെച്ച് പിടിച്ച് അവിടെ എത്തി നല്ല അടിപൊളി മധുഹത്വം കഴിച്ച് നമ്മൾ മൂഞ്ചി വന്ന കാര്യങ്ങൾ കുറേ സംസാരിച്ച്. മൂപ്പരെ ഫേസിൽ ഒരു എക്സ്പ്രഷൻ കണ്ടാൽ പറയോ മൂഞ്ചി തിരിച്ച് വന്നതാണെന്ന്. വലിയ ഡയലോഗ് അടിച്ച് പോയതാ മൈസൂർ ഫുള്ള് കവർ ചെയ്ത് വരാമെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ കുഴപ്പമില്ല, ആളിപ്പോൾ ഏകദേശം ഒക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഓരോർക്കൊക്കെ ഉറങ്ങി നീച്ചതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഇതാട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ആ മൂഞ്ചലിൻ്റെ ഒരു കഥ.